ഹായ് ഓൾ, നമുക്കിന്ന് ഫോൾഡ് റെക്കഗ്നിഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. മോളിക്കുലർ മോഡലിങ്ങിൽ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഫോൾഡ് റെക്കഗ്നിഷൻ. ഹോമോളജി മോഡലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ 30% കൂടുതൽ ടാർഗറ്റും ടെംപ്ലേറ്റും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. സോ 30% സിമിലാരിറ്റി ടാർഗറ്റും ടെംപ്ലേറ്റും തമ്മിൽ ഇല്ലെങ്കിലാണ് നമ്മൾ ഫോൾഡ് റെക്കഗ്നിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഒരു കംപ്ലീറ്റ് ടെംപ്ലേറ്റ് ആബ്സെൻ്റ് ആവുന്ന ഒരു കേസിലാണ് നമ്മൾ ഫോൾഡ് റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈബ്രറീസ് ആണ്, അതായത് ഫോൾഡ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഫോൾഡ് ലൈബ്രറീസ്. സോ ടാർഗറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മളിവിടെ റിട്രീവ് ചെയ്തെടുക്കുന്നത് ഫോൾഡ് ലൈബ്രറീസ് എന്നാണ്. സോ അവിടെ ആൽഫ ബീറ്റ പോലെയുള്ള ഒത്തിരി സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ടാർഗറ്റിൻ്റെ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ആ ലൈബ്രറിയിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാം. സോ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് അപ്രോച്ചസാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പെയർ വൈസ് എനർജി ബേസ്ഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് പ്രൊഫൈൽ ബേസ്ഡ് മെത്തേഡ്. സോ നമുക്ക് ആദ്യം പെയർ വൈസ് എനർജി ബേസ്ഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ്, ടാർഗറ്റ് സീക്വൻസ് നമ്മളാദ്യം നോക്കും എങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ് ഉള്ളതെന്ന്. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ഡാറ്റ നമ്മൾ ലൈബ്രറിയിലുണ്ടോ നോക്കും. സോ നമ്മുടെ ടാർഗറ്റ് സീക്വൻസ് നമ്മൾ ഫോൾഡ് ഡാറ്റാബേസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അത് ഓരോരോ ഫോൾഡുമായിട്ടും, ഡാറ്റാബേസിലുള്ള ഓരോരോ ഫോൾഡുമായിട്ടും ഇതിൻ്റെ സ്ട്രക്ചർ കമ്പയർ ചെയ്ത് നോക്കും. സോ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത് ഏത് സ്ട്രക്ചറുമായിട്ടാണോ അത് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കും. ഒത്തിരി ഫോൾഡ് ഉണ്ടാവും, ഫോൾഡ് 1, 2, 3, 4 അങ്ങനെ ഒത്തിരി ഫോൾഡ് ഉണ്ടാവും. സോ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളതാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. പിന്നെ ഇത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റ് സീക്വൻസും പിന്നെ ഓരോ ഫോൾഡുമായിട്ടും ഇവിടെ പെയർ വൈസ് അലൈൻമെൻ്റ് ആണ് ചെയ്യുന്നത്. സോ ടാർഗറ്റും ഫോൾഡും തമ്മിലുള്ള പെയർ വൈസ് അലൈൻമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഇവിടെ ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എനർജി മിനിമൈസ് ചെയ്യുന്നത് കൊണ്ടുമാണ് നമ്മളിവിടെ പെയർ വൈസ് എനർജി ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് പ്രൊഫൈൽ ബേസ്ഡ് മെത്തേഡ്. സോ ഇവിടെ പ്രൊഫൈൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ടു സീക്വൻസ്. രണ്ട് സീക്വൻസ് തമ്മിലുള്ള അലൈൻമെൻറ്റിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മളിവിടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യും, PSI ബ്ലാസ്റ്റ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യും. എന്നിട്ട് സ്കോപ്പ് എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് ഉണ്ട്, ആ ഡാറ്റാബേസുമായിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്ത് നോക്കുന്നത്. ബെസ്റ്റ് പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളവിടെ സ്കോർ ചെയ്ത് റാങ്ക് ചെയ്ത് ഫൈനൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യും. സോ ത്രെഡിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസസ് ആണ് 3D PSSM, ഡാലി, അലാഡിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോൾഡ് റെക്കഗ്നിഷൻ മെത്തേഡ്. ഇനി നമുക്ക് അബ് ഇനിഷ്യോ എന്താണെന്ന് നോക്കാം അടുത്ത ക്ലാസ്സിൽ.